നീയല്ലേ പറഞ്ഞ അവള് ഇപ്പൊ വരുന്നു. അവള് ഇന്നെങ്ങനെ വരുമോ? അവള് വരും. ആളെ പണി നോക്കി പോട്ടാ. പറഞ്ഞില്ലെന്നോണ്ട. എനിക്ക് തോന്നണേ ഇതെങ്ങാനും പൊറോട്ട ബീഫ് ആവൂ. അവൾ ഇവിടെ തന്നെ കാണും. ഒന്ന് തപ്പ് നീ. സുബേ 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 സുനിലേ, ഞാൻ ദാ ഇവിടെ ഉണ്ട്. വാ ഗുഡ് മോർണിംഗ് സാർ. സാറേ ഇതാ ഞാൻ പറഞ്ഞ രേവു, ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. ആദ്യമായിട്ടാ നേരിട്ടില്ലേ? പിന്നെ രേവുവിന് അറിയാമല്ലോ, ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. രേവു ആയോണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. സാർ സാർ പ്ലീസ് സാർ ഒന്ന് വേഗം ചെയ്തരോ സാർ. എന്നായിക്കോട്ടെ. സർപ്രൈസ് അവിടെയാണ് കല്യാണം. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കൻ 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. എല്ലാവരും നോക്കിയേ, സ്മൈല് കൂടെ. ചേച്ചി ചേച്ചി ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണ്? ചേച്ചി വലതോട് തിരിഞ്ഞേ ലെഫ്റ്റില് ബാങ്കിന്റെ ബോർഡ് ഉണ്ട്, അവിടെ നിർത്തിയാ മതി. ചേട്ടാ ചേട്ടന് പുള്ളി വഴിയേറ്റി പോയാലും വേണ്ടിയില്ലായിരുന്നു. സോറി. സുള്ളൊന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ ഇപ്പൊ വരാം. ചേച്ചിയാ നിനക്ക് ബോധം ഉണ്ടോ തന്തേ? പിന്നെ അല്ലാതെ മൂത്തോരെ പേര് വിളിച്ച് നരകത്തിൽ പോയാൽ എന്നെ കിട്ടൂല. അളിയാ നീ ഓക്കെ ആണ്? എടാ ഞാൻ ഓക്കെയാണ്, നിനക്ക് എന്താണ് കുഴപ്പം? അല്ല ഇത് കുറച്ച് മൂത്ത പോയില്ലേ? ഇവനാ അവനില്ലാത്ത പ്രശ്നം നിനക്ക്. അവൻ ഹാപ്പിയാണ്. നിജമാർദ്ദം അടങ്ങാറാക്കില്ലോട്ടോ. അല്ലേ നീ എപ്പ എന്നാ തിരിച്ചു വീട്ടിലേക്ക്? വീട്ടിലോട്ട് ഇപ്പൊ ഇല്ല, ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുക്കട്ടെ. അതെ, വീട്ടിൽ പറയുന്നേക്കെ കൊള്ളാം, നമ്മളെ ഒന്ന് ഒഴിവാക്കി തരണം. നമ്മളില്ല ഇതില്. എടാ നിന്നെ ഞാൻ ഒഴിവാക്കി, അവനെ ഞാൻ ഒഴിവാക്കി. എടാ നീ ഒന്ന് അടങ്ങ്. എടാ നീ എന്താ സെറ്റാക്കാണ് മോനെ? ഹണിമൂണൊക്കെ അടിച്ച് പൊളിച്ച് വലിയ ബിസിനസ്സുകാരൊക്കെ ആകുമ്പോ നമ്മളൊന്നും മറക്കരുത്. എന്റെ വിജയമല്ലി ബൈ. കേറ മോനെ. കുഴപ്പമില്ലടാ. ഷർട്ട് അച്ഛന്റെ കല്യാൺ ഷർട്ടാണ്. തരാം. പോ പോ പോ. നിന്റെ അച്ഛന്റെ എല്ലാം ഇട്ട് കിടക്കണോട്ടാ. എന്റെ മേത്തോട്ട് എന്തിനാണ്? അച്ഛന്റെ കിണ്ടി ഫുൾ നേക്കടാ. കൊടു, മറ്റേ കൂടെ കൊടു. ഓക്കെ പോട്ടാ. ഓടാ. അളിയ നീ എന്തോ സെറ്റാക്കാനടാ അവൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ഷർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വല്ല മാമന്മാരും പിടിച്ചോണ്ട് പോകും. സുമി നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. അല്ല ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ള ഒരു ഡൗട്ട്. അതിന് പ്രായം നോക്കിയല്ലോ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത്. പിന്നെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം ഞങ്ങൾ ഒരുമിച്ചെടുത്തല്ലേ. നീ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാ. വാ സുനിലേ. എല്ലാവരും ശ്രദ്ധിക്കണം.
കുറച്ചു ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. അവനവന്റെ ലഗേജ് ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവര് നേരത്തെ തന്നെ കുറച്ച് നാരങ്ങ കൈവെക്കുക. ഹായ് സുമി. ഇനി ആ മണപ്പൻ ആ വഴി പൊക്കോളൂ. ഹലോ സുമി. സർ ഇത് നമ്മുടെ സുമിയുടെ. എനിക്കറിയാം, സുമിയുടെ അനിയൻ അല്ലേ? എന്താ മോന്റെ പേര്? സുനിൽ. സുനിൽ. കൊള്ളാം, നല്ല പേര്. സുനിൽ സുമി സൂസു. കൊള്ളാം. നമുക്കെല്ലാം പരിചയപ്പെടാം. സുമി. അയ്യോ രേവു ഇനി എന്ത് ചെയ്യും? തിരുത്താനൊന്നും പോണ്ട, നമുക്ക് എല്ലാം പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാവരും അവരവരുടെ ചാവി വാങ്ങിച്ച റൂമിൽ പോകാം. സുമി, സുമിയുടെ അനിയൻ നിന്ന് എന്റെ റൂമിൽ. ഇവിടുത്തെ ബെസ്റ്റ് അടിപൊളി റൂമാണ് നമ്മുടെ. എനിക്ക് അത്ര അത് പറഞ്ഞ പറ്റില്ല, നമുക്ക് അടിച്ചു പൊളിക്കാം. വാ. അളിയോ, നല്ല സെറ്റപ്പ് റൂമല്ലേ? അല്ലേലും എന്റെ സെലക്ഷനൊക്കെ വൻ പൊളിയല്ലേ? അളിയനൊരു കാര്യം ചെയ്യും, അളിയനകത്തോട്ടിരിക്കേ. ഞാനേ ഇതൊക്കെ ഒന്ന് മാറിട്ട് വരാം. അളിയ, ഈ ഡ്രസ്സൊന്നും മാറ്റുന്നില്ലേ? ഇല്ല, ഞാനിത് തന്നെ ഇട്ടോളാം, എനിക്ക് കുഴപ്പമില്ല. ഞാന് വീട്ടിൽ ഈ ഫ്രീ ആയിട്ട് ശീലിച്ചു പോയി. നമ്മള് യൂത്തിന് ഇതൊക്കെ അല്ലേ അളിയ സെറ്റപ്പ്. അളിയൻ ഇങ്ങനത്തെ ട്രൗസർ വേണോ? എന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, എനിക്കൊരു കോള് വരുന്നുണ്ട്. അളിയൻ ഇവിടെ കിടക്ക്, ഞാൻ ഇപ്പൊ വരാം. അളിയൻ സുമി ഉറങ്ങിയായിരുന്നാ? ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ? എനിക്ക് തന്നെ ഒന്ന് കാണണം. മോനെ, ഫോണൊന്ന് തരൂ. എന്തിനാ? ഒന്ന് ഫോൺ ചെയ്തിട്ട് തരാം. ഇപ്പൊ തരാം. താങ്ക്സ്. ഓക്കെ. ഇതൊന്ന് നോക്കിക്കോണേ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഓക്കെ. സുമി ഉറങ്ങിയായിരുന്നാ? ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ? എനിക്ക് തന്നെ ഒന്ന് കാണണം. ഇവൻ തന്നെ. ഹലോ. വാ. ഹലോ. ഹലോ. ആ ഫോണിങ് തന്നെ. എന്താ സാർ? ഇതൊന്ന് ചെക്ക് ചെയ്തേ. സാറിന്റെ ഫോൺ എന്താ സാറേ? സാറേ, നല്ല ഒന്നാം തരം തേൻ പോലെ തോയില ഹാഷ് ഓയിൽ. ഇതെന്റെ അല്ലട്ടാ. എടാ മിടുക്കാ. അല്ല, എന്നെ ഒരു ചേട്ടനെ ഏൽപ്പിച്ചു. സാർ ഇതെന്റെ അല്ല. സാർ ഇതെന്നെ ഒരു ചേട്ടനെ. സാർ ഞാൻ ചെയ്തത്. സാർ ചെയ്തതെന്ന് പറഞ്ഞില്ലേ? ഞാനിവിടെ എത്തി.
അപ്പൊ പറ മോനെ, എവിടുന്ന് ഇതിന്റെ സോഴ്സ്? സാറേ എനിക്കറിയില്ല സാർ, ഞാൻ അവിടെ സോറി സോറി. എടാ മോനെ, ഇത്തരം നാടകങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. നീ സത്യം പറഞ്ഞു, വെറുതെ ഞങ്ങളുടെ സമയങ്ങളായിരുന്നു. നിന്റെ കൂട്ടാളി ഒന്നും പറയുന്നില്ല. എടോ ഈ ഫോണൊന്ന് ചെക്ക് ചെയ്തേ. സാറേ എനിക്കൊന്നും അറിയില്ല സാർ. മിണ്ടാരടാ. സാറേ, ലാസ്റ്റ് കോൾ ഇവൻ തന്നെയാ പോയിരിക്കുന്നത്, അതുറപ്പാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവന്മാർ രണ്ടുപേരെ ഈ തൊണ്ടിയുടെ മുന്നിൽ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ സാർ, നാളെ നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ശരി സാർ. സാർ ഇവന്റെ ഫോൺ കുറച്ചു നേരം അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാർ ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ താഴെ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം, വൈകിക്കരുത്. ഞാൻ വരാം സാർ. ദേവു, ദേവു. സുമി. സാർ സുനിലിനെ. സുനിൽ ഇവിടെ എവിടെയോ? സാർ സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസോ? സുമി, ഒരു ടെൻഷൻ അടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം. സാറേ സുനിലേ. ആരാ? അച്ഛനാണോ? അച്ഛനോ? അളിയനാ? എന്താടോ? എന്താന്ന് നിങ്ങളല്ലേ സാറേ പറയേണ്ടത്? ഈ സുനില് നിങ്ങളുടെ ആരാ? സാർ സുനിൽ എന്റെ അനിയനാണ് സാറേ. അല്ല, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ ഈ പാവം പിടിച്ച ചെറുക്കനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത്? നമ്മളൊക്കെ വളരെ ഡീസൻ്റായ ഫാമിലി, അതറിയോ? അതിന് താനാരാ? ഞാനോ? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ്. സുമി അവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂർ വന്നതാ. അല്ല, നിങ്ങൾ ഈ വാദിയെ പ്രതിയാക്കുന്ന പഴയ ഇടപാടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാ. ഈ ചക്കര തനിക്കറിയോ? അറിയാവുന്നോ? ഞങ്ങൾ യൂത്ത് അല്ലേ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാ. ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയോ? എന്താ? കഞ്ചാവ് കടത്തല്. ഇന്ന് ഫുൾ ടൈം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അറിയോ? പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ, കടത്തിയെങ്കിൽ കടത്തി എന്നൊക്കെ പറയും. ഈ ഐറ്റത്തെ കൊണ്ട് മൂലിക്കൊണ്ട് നിർത്തിക്കേ. നിങ്ങളല്ലേ ഫോൺ ചെയ്തത്? ആ ഐഡി ഒന്ന് തരൂ. കൊള്ളാം. എടോ, കോട്ടയത്തുള്ള സുമിക്ക് എങ്ങനെയാണ് എറണാകുളത്ത് തന്നെ വന്നത്? അത് കസിനായിരിക്കും അല്ലേ സുമി? അല്ല സർ, ഇത് എന്റെ ഭർത്താവാ. അടിപൊളി, ഇപ്പൊ ഭർത്താവായോ? സുമി തമാശ പറയാതെ. സത്യമായിട്ട് ഇതെന്റെ ഭർത്താവാ സർ. ഇന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യ അനിയൻ, പിന്നെ കസിൻ, ഇപ്പൊ ഭർത്താവ്. ആകെ കൂടി ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അല്ല പെങ്ങളെ, നിനക്ക് 21 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. സാറേ ഇങ്ങോട്ട് പറ. സാറേ, എനിക്ക് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവൻ ഇതും ചെയ്യും, ഇവന്റെ അപ്പുറം ചെയ്യുന്നവനാ. വണ്ടി ഇരിക്കുമ്പോഴേ അവന്റെ മുഖത്തൊരു കള്ളത്തിനുണ്ടായിരുന്നു സാറേ. നീ അങ്ങനെയല്ലല്ലോടാ ആദ്യം പറഞ്ഞത്. ഓടാ, ആ മൂലയ്ക്ക് പോയി നിൽക്കടാ. ഒന്ന് മാറുമോനെ. ഡോ, തനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ലേ? ആകാശേ, ആ FIR തയ്യാറായി. ഓക്കെ സർ. സർ പ്ലീസ് സർ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ പറഞ്ഞിട്ട് അസുനിൽ വന്നത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം, പ്ലീസ് സർ. നിന്റെ നാടകമൊന്നും ഇവിടെ നടക്കില്ല. സർ, എന്നെ കാണാൻ അസുനിൽ വന്നത്. സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം. സർ പ്ലീസ് സർ. ഇങ്ങോട്ട് മാറിക്കടി. സാറേ, ഈ പയ്യന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ചെയ്ത ആള് മുങ്ങി. സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ പാവ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക. നാറി, ഇവൾ ഇത്ര നേരം ഇവിടെ കെഞ്ചിട്ടും നിനക്കൊന്നും പറയാലടാ. നിന്റെ ഭാര്യ അല്ലടാ അവള്. മതി നിന്റെ ഡയലോഗ്. നടക്കടാ, എടാ നടക്കടാ. സാർ ഇനി കേസൊന്നും ഫയൽ ചെയ്യില്ലല്ലോ? കേസൊന്നും ആക്കുന്നില്ല. തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വയ്ക്കൂ. പിന്നെ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എടോ മാനേജരെ, താനിങ്ങ് വന്നേ. താനേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞ? ഞാനിത് ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ സാർ. പിന്നൊരു ഗുമ്മിന്. തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ. ഒരു നിരാശാകാമുകൻ. ഇവിടെ ഇരിക്കേ.